എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പിന് ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ് പച്ചരി അത് നല്ലോണം കഴുകി വെള്ളത്തിലിട്ടൊരു 4-5 മണിക്കൂർ കുതിർത്തണം. കുതിർത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. 2 ട്രിപ്പായിട്ട് അരക്കണമെങ്കിൽ അങ്ങനെ അരക്കുക, അല്ലെങ്കിൽ ഒന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഞാനിപ്പോൾ 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അരിയുടെ മേളിലേക്ക് വെള്ളം വരാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഓരോ ട്രിപ്പും അരച്ചിട്ട് അത് മാറ്റി വയ്ക്കുക. വീണ്ടും മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് എന്താ പറയുക, ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പശപശപ്പ് ഉണ്ടാവും നമ്മുടെ അപ്പത്തിന്. അപ്പോൾ ഒരു 1/4 കപ്പ് ചോറ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 1 സ്പൂൺ വരെ ഈസ്റ്റ്, അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, നല്ല ഈസ്റ്റ് നോക്കി വാങ്ങണം. പഴയ ഈസ്റ്റ് ചേർത്താൽ നമുക്ക് മാവ് നല്ലപോലെ പൊന്തി വരില്ല. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാലപ്പത്തിന് അത്യാവശ്യം ചെറിയ രീതിയിൽ മധുരം വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ച് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം നമുക്ക് നല്ലപോലെ കൈ വെച്ചിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ 1-2 മിനിറ്റ് എടുത്തിട്ട് വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ കൈ വെച്ച് തന്നെ ഇത് നല്ല ഒരു സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ സോപ്പൊക്കെ പതപ്പിക്കണ പോലെ അടിച്ചിങ്ങനെ പതപ്പിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മാവ് നല്ലപോലെ പൊന്തി വന്നോളൂ കേട്ടോ. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊന്തി വരും. ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 1-2 മിനിറ്റ് എടുത്ത് തന്നെയാണ് ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് വെച്ചത്. അതിന് ശേഷം നല്ല ഒരു കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അടച്ചു കൊടുത്തിട്ട് 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ പോയിട്ട് ചെറിയ ചെറിയ കുമിളകൾ മേളിൽ വന്ന് രൂപപ്പെട്ടുകൊള്ളും. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് പൊന്തി വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ചുടാൻ നേരത്ത് മാവ് നല്ലപോലെ പൊന്തി നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് അപ്പം ചുട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ അപ്പം തന്നെയാണ്. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ ഒരു തവി മാവോ 1.5 തവി മാവോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കുക. ഈ ചട്ടി പഴയ ചട്ടി ആയതുകൊണ്ട് ഇച്ചിരി പാടാണ് ഇതിൽ നിന്ന് ഇളകി കിട്ടാനായിട്ട്. പിന്നെ ഞാൻ ഫോൺ താഴെ വെച്ചിട്ട് പതുക്കെ ഒന്ന് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പുതിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് തൊടുമ്പോഴേക്കും അതിങ്ങനെ ഇളകി അങ്ങോട്ട് പോന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കോരി ഒഴിച്ചിട്ട് അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.